എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാനിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ? തിരുവോണം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട് നിരവധി. തിരുവോണത്തെ നെഞ്ചിലേറ്റുന്ന ആൾക്കാരായിരിക്കും അവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അതോടൊപ്പം തിരുവോണം ആഘോഷിക്കാത്ത ആൾക്കാരുണ്ട്, തിരുവോണത്തിന് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരറിയേണ്ടുന്ന കാര്യങ്ങളും. അപ്പോൾ തിരുവോണം ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്ത ആൾക്കാരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന 11 കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇതിൽ ഇന്ന് നമ്മുടെ മുന്നിൽ തിരുവോണത്തെക്കുറിച്ച് വളരെ മോശമായ പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, തിരുവോണത്തെക്കുറിച്ച് ഏത് ഗ്രന്ഥത്തിലാണ് ആധികാരികമായിട്ട് പറയുന്നതെന്നാണ് നോക്കേണ്ടത്. പല ആൾക്കാരും പറയും അത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്, അത് മതേതര ഉത്സവമാണ്. മതേതര ഉത്സവമൊന്നുമല്ല, അത് കൃത്യമായിട്ട് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാമനമൂർത്തിയെക്കുറിച്ചും മഹാബലിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ഇതാണ്. അല്ലാണ്ട് ഇവിടുത്തെ കേരളത്തിലെ ചക്രവർത്തിയാണെന്നെല്ലാം പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ ശരിക്കും യുക്തിപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ് എന്നർത്ഥം. ഏതായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ആ 11 വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, എന്താണ് തിരുവോണം? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഓണം 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 എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം നമുക്കില്ല. തിരുവോണം എന്നാണ് ആഘോഷത്തിൻ്റെ പേര്. എന്താണ് തിരുവോണം? അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം, മനുഷ്യന്മാർക്ക് ഹിന്ദു വിശ്വാസപ്രകാരം 27 ജന്മനക്ഷത്രങ്ങളാണുള്ളത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, അങ്ങനെ 27 ജന്മനക്ഷത്രങ്ങൾ. അതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം. ഇതല്ലാതെ തിരുവോണം എന്ന പേരിൽ വേറെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഈ തിരുവോണം എങ്ങനെയാണ് ആഘോഷമായി മാറിയത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ, ഈ തിരുവോണം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ജന്മനാളാണ്. ശിവൻ്റെ ജന്മനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്, തിരുവാതിര എന്നുള്ളത് നമ്മൾ ആഘോഷിക്കാറുണ്ട്. ശ്രീകൃഷ്ണൻ്റെ രോഹിണി എന്നുള്ള നക്ഷത്രത്തെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ജന്മനാളാണ് തിരുവോണം എന്നുള്ളത്. ഇത് കൂടാതെ മറ്റൊരു ദേവനും കൂടി ഈ പറയുന്ന ജന്മനാളിൽ ജനിച്ചിട്ടുണ്ട്, മഹാവിഷ്ണുവിൻ്റെ തന്നെ ഒരു അവതാരമായിട്ടുള്ള വാമനമൂർത്തി. അപ്പോൾ വാമനമൂർത്തിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ജന്മനക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാണ്. ആ തിരുവോണത്തിനെയാണ് ഇവിടെ തിരുവോണം ആഘോഷമായിട്ട് നമ്മൾ ആ ജന്മനാളാണ് ആഘോഷമായി കൊണ്ടാടുന്നത്. ഇത് എല്ലാ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലും ഉള്ളതുമാണ്. അപ്പം തറപ്പിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആരാധ്യരായിട്ടുള്ള ദേവന്മാരുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജന്മനക്ഷത്രം നമ്മൾ ആ പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. രണ്ടാമത്തെ ചോദ്യം, 2025 തിരുവോണം എന്ന് വെച്ചാൽ ഈ വർഷത്തിലെ തിരുവോണം എപ്പോഴാണ് ആരംഭിക്കുന്നത്, എത്ര വരെയാണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2025 സെപ്റ്റംബർ മാസം 4-ാം തീയതി രാത്രി 11:44 മുതൽ സെപ്റ്റംബർ 5 രാത്രി 11:38 വരെ, പിറ്റേ ദിവസം 11:38 വരെയാണ് തിരുവോണം ആഘോഷിക്കാനുള്ള, അല്ലെങ്കിൽ ആ തിരുവോണത്തിന് ശരിയായ ആ നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന സമയം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന തിരുവോണം നമ്മൾ ആഘോഷിക്കുന്നതിരിക്കട്ടെ, തിരുവോണം ആഘോഷിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമുണ്ട്. എന്താണെന്നറിയോ? ഈ തിരുവോണ നാൾ ഈ ആർത്തവമായ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തിരുവോണം ആഘോഷിക്കാൻ പാടുണ്ടോ? അത് അശുദ്ധിയല്ലേ? ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭഗവാന്റെ ജന്മനക്ഷത്രമാണ്, അന്നത്തെ ദിവസം ഭഗവാൻ ജനിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഈശ്വരീയമായ ചടങ്ങല്ലേ? അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ആർത്തവമായ സ്ത്രീകൾ വരുമ്പോൾ അത് അശുദ്ധിയാവില്ലേ എന്നുള്ളത് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഇവരെങ്ങനെ നമുക്ക് അശുദ്ധകളാകുന്നത്? ഈ സ്ത്രീകൾ അശുദ്ധി എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്തും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് പുരോഗമനവാദികളാണ് ഹിന്ദുക്കൾക്കിടയിൽ ഇങ്ങനെ ഒരു ആചാരമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്. ഒരു കാലത്തും അശുദ്ധിയുടെ പേരിൽ നമ്മുടെ സഹോദരിമാരെ മാറ്റി നിർത്തിയിട്ടേ ഇല്ല എന്ന് മനസ്സിലാക്കണം. ആരാ പറഞ്ഞാൽ മാറ്റി നിർത്തിയിട്ടില്ല എന്ന്? എത്രയോ വീടുകളിൽ അവർക്ക് വേറെ തന്നെ റൂമിൽ അവർക്ക് അവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ അത് അശുദ്ധിയുടെ പേരിലല്ല. എന്താണത്? പണ്ട് കാലത്ത് ഈ പറയുന്ന പെൺകുട്ടികൾ കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക്
ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അന്നും ഇന്നും ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ്? ഈ ആർത്തവമാകുന്ന തൊട്ട് മുമ്പ് നല്ലതുപോലെ വയറുവേദന ഉണ്ടാവും, നല്ലതുപോലെ തലവേദന ഉണ്ടാവും. ഇത് എല്ലാവർക്കും ഉണ്ടാകും. ശരീരം ഇങ്ങനെ ചൂട് പിടിക്കും. അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് ഇവരുടെ കുറ്റം കൊണ്ടല്ല, ശരീരത്തിൻ്റെ ആ ബലഹീനത, വേദന, ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഇപ്പോൾ തിരുവോണ നാളാണ്, വീട്ടിലെല്ലാവരും കൂടി തരയ്ക്കും മുറിക്കും എന്തൊക്കെ ചെയ്യും, പൂവിടലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ ഇവരെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിൽക്കട്ടെ ചെയ്യുമ്പോൾ, അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ശരീരം ചൂട് പിടിച്ചതുകൊണ്ടും തലവേദനയുള്ളതുകൊണ്ട് ഇവരെന്തെങ്കിലും മറുത്ത് എന്തെങ്കിലും പറഞ്ഞു പോകും. അപ്പോൾ അവിടെ എന്തായി, നല്ലൊരു ദിവസത്തിൽ ഒരു കലഹം ഉണ്ടാകും. അല്ലെങ്കിൽ വീട്ടിൽ അടുക്കളയിലായാലും തിരുവോണം അല്ലെങ്കിലും ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത്, അടുക്കളയിൽ സഹായിക്കുന്നു അല്ലെങ്കിൽ തുണി കഴുകാൻ സഹായിക്കുന്നൊക്കെ ചെയ്യുന്ന സമയത്ത് അവരാരെങ്കിലും പറയുമ്പോൾ ഈ കുട്ടി എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ കലഹം ഉണ്ടാകുകയും ആ പെൺകുട്ടിയെ മാറ്റി നിർത്തപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു ഘട്ടം വരും. കാരണം അവൾ താന്തോന്നിയാണ്. ഭർത്താവിൻ്റെ അമ്മയോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ഭർത്താവിൻ്റെ ചേച്ചിയോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ചേട്ടൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ചിലപ്പം അവരെ മാറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തും. അങ്ങനെ അവരെ മാനസികമായിട്ട്, ഈ ശാരീരികമായിട്ടും മാനസികമായിട്ട് ഈ വിഷമം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഒന്ന് മാറിയിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം വെച്ചാൽ, ഇവർ ഈ സമയത്ത് കഠിനമായി അധ്വാനം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഗർഭസ്ഥ രോഗങ്ങൾ ഉണ്ടാവാനും അത് ഗർഭപാത്രത്തിന് വരെ ദോഷമുണ്ടാകുമെന്നും പണ്ടുള്ള മുത്തശ്ശിമാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ, അവളെ ഈ അവസരത്തിൽ നീ ഒന്നും ചെയ്യാൻ പാടില്ല, ഈ ദിവസം നീ അവിടെ വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ബെഡ്റൂമിൽ അവളെ അങ്ങോട്ട് മാറ്റി നിർത്തും. അവൾക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം അവിടെ കൊണ്ടു കൊടുക്കും. മാറ്റി അശുദ്ധിയായിട്ട് മാറ്റി വെച്ചാൽ അവർക്ക് ആ ഭക്ഷണമെല്ലാം അവർ ഉണ്ടാക്കുന്നൊന്നുമില്ല, എല്ലാം തന്നെ അവർക്ക് അവിടെ കൊണ്ടു കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ കാലത്ത് ആൾക്കാർ അശുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ അശുദ്ധിയായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. കാരണം എന്താ, ഈ പറയുന്ന ആദ്യത്തെ ആർത്തവം വരുന്ന പെൺകുട്ടികളെ മഹാലക്ഷ്മിയെ പോലെ അണിയിച്ചൊരുക്കിയിട്ട് പൂജിക്കുന്ന ഒരു സമ്പ്രദായം ഈ നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ അങ്ങനെ ആരാധിക്കുന്നവരാ നമ്മൾ. എന്തിനേറെ, ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പാർവതി ദേവിക്ക് ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളതിന് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടന്ന് പൂജാരിമാരും മറ്റുള്ളവരോട് നമുക്കറിയാം. അപ്പോൾ അവർ ഈ പാർവതി ദേവിക്ക് ഇങ്ങനെ ആർത്തവമായ സമയത്ത് ധരിപ്പിച്ചിരുന്ന വസ്ത്രം പോലെ ലേലം ചെയ്ത് വിൽക്കുന്നുണ്ട് ദേവസ്വം ബോർഡ്. വിശ്വാസികളല്ലാത്ത ദേവസ്വം ബോർഡ് ലേലം ചെയ്തിട്ടില്ല, അത് അത്രയും പവിത്രതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് വിൽപ്പന ചെയ്യുന്നത്, പണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. ഉണ്ടായത് അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുഖത്തിന് വേണ്ടിയാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ തിരുവോണ നാളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതും കൂടി ഇവിടെ ചോദ്യമുണ്ട്. മാറ്റി നിർത്തണോ? ഇവിടെ ചിന്തിക്കേണ്ടത്, അവരെ ജോലികളിൽ നിന്നും കഠിനമായ അധ്വാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക തന്നെ വേണം. അവർ കഠിനമായി അധ്വാനിച്ചിട്ട് നിങ്ങൾക്കെല്ലാം ഭക്ഷണം കൊണ്ടൊക്കെ തന്നു കഴിഞ്ഞാൽ നാളെ അവർക്ക് ബുദ്ധിമുട്ടാവും ശാരീരികമായിട്ട്. അങ്ങനെ വരാത്ത വിധത്തിൽ നമ്മൾ മാറ്റി നിർത്തുന്നത് നല്ലതാണ്. മറ്റൊരു വഴിയുമില്ല എങ്കിൽ മുന്നേ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. വേറൊരു വഴിയുമില്ല. അവർക്ക് വേദനയില്ല, സഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസമാണ്, പ്രശ്നമില്ല, മാറ്റി നിർത്തേണ്ടതില്ല. എന്നാൽ ഈ ആർത്തവമായിരിക്കുന്ന അതേ അവസ്ഥയാണ്, 1-ാം ദിവസമാണ്, 2-ാം ദിവസമാണ്, നല്ലപോലെ മാനസിക ശാരീരികമായിട്ട് വിഷമമുള്ള സമയത്താണെങ്കിലും അവരെ ഭക്ഷണത്തിൻ്റെ സമയത്തായാലും മാറ്റി നിർത്തരുത്. അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം. അവർക്ക് ആദ്യം നമ്മൾ ഭക്ഷണം കൊടുക്കണം. അവർക്ക് വെള്ളം കൊടുത്ത് അവരെ നമ്മളവിടെ വന്നിട്ട് നമ്മളായിട്ട് കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവരെ നമ്മൾ വേണ്ട വിധത്തിൽ പരിചരിക്കണം. അവരെ ഒരിക്കലും മാറ്റി നിർത്തുകയാണെന്നുള്ള മാനസികമായ പ്രയാസം ഉണ്ടാവാത്ത വിധത്തിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. ആർത്തവം ഒരു മഹാഭാവമൊന്നുമല്ല കേട്ടോ. അങ്ങനെയാണ് ഇന്ന് പലരും കാണുന്നത്. ചില വീട്ടിലുള്ള അമ്മമാരൊക്കെ അങ്ങനെ കാണും. മകളൊക്കെ വന്ന് മകൻ്റെ ഭാര്യയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാൻ തീവ്രവാദിയോട് പെരുമാറും പോലെ പെരുമാറും. ഒരു ഇത് കാരണവും വേണ്ട. അവരൊക്കെ നമ്മുടെ മകൻ്റെ കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള പ്രാപ്തി നേടിയിട്ട് തയ്യാറായി നിൽക്കുന്ന മഹാലക്ഷ്മിമാരാണെന്ന് ചിന്ത വേണം. അവരെ മാറ്റി നിർത്തരുത്. മറ്റുള്ള എല്ലാ കർമ്മങ്ങളിലും അവരെ പങ്കെടുപ്പിക്കാം. അതേസമയത്ത് ഒരു ജോലിയും ചെയ്യിക്കാതെ അവരെ മാറ്റി ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ 3 കാര്യം പറഞ്ഞു. 4-ാമത്തെ കാര്യം, പുലപാലായ്മയുണ്ടെങ്കിൽ ഇത് ആഘോഷിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. വീട്ടിൽ പുലപാലായ്മയുണ്ടെങ്കിൽ, ഇപ്പം പാലായ്മ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചിരിക്കുന്ന സമയമാണ്. ഈ കുട്ടി ജനിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെന്ത് വേണം, ആദ്യത്തെ 7 ദിവസം ആഴത്തിനുള്ളിലാണ് ഇങ്ങനെ ഒരു ആഘോഷം വരുന്നിരിക്കട്ടെ. തിരുവോണം വന്നു, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രം ഒതുങ്ങുന്ന വിധത്തിൽ നിങ്ങൾക്ക് തിരുവോണം ആഘോഷിക്കാം, വിഷു ആഘോഷിക്കാം, ശ്രീകൃഷ്ണ ജയന്തി എന്ത് വേണമെങ്കിലും ആഘോഷിക്കാം. നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിൽ, വെളിയിലുള്ള ആൾക്കാരായിട്ട് സമ്പർക്കമില്ലാത്ത വിധത്തിൽ. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ,
ഈ ഗർഭപാത്രത്തിൽ നിന്നും കുട്ടി വെളിയിലേക്ക് വരുന്ന സമയത്ത് കുട്ടി അത്ര വരെ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അമ്മ കഴിക്കുന്ന ഭക്ഷണവും അമ്മ കുടിക്കുന്ന പാനീയവും കഴിച്ചുകൊണ്ടാണ് ജീവിച്ചിട്ടുള്ളത്. അമ്മ ശ്വസിക്കുന്ന ഓക്സിജൻ കൂടിയാണ് ആ കുട്ടി എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോഴങ്ങനെയല്ല. ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യത്തെ 7 ദിവസം കൊണ്ട് ഈ കുട്ടി പ്രകൃതിയുമായി ഒന്ന് ഇണങ്ങാനുണ്ട്. ആ പ്രകൃതിയുമായി ഇണങ്ങിയിട്ട് അതിനുള്ള അനുസരിച്ച് ആ പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്ന് പോകാനുള്ള പ്രതിരോധ ശേഷി നേടിയെടുക്കാനുണ്ട്. ആ അവസരത്തിൽ കുട്ടിയുടെയും അമ്മയുടെയും ശരീരം ദുർബലമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വെളിയിലുള്ള ആൾക്കാരും വന്ന് ഇടപഴകുമ്പോൾ ഈ കുട്ടിക്കും അമ്മയ്ക്കും പല രോഗങ്ങളും പിടിക്കപ്പെടാനും അണുബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാലായ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത്, അമ്മയുടെയും കുട്ടിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ അവസരത്തിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലെ ആൾക്കാർ വെളിയിൽ പോയി ചന്തയിൽ പോയി സാധനം വാങ്ങിച്ച് വരികയാണെന്നിരിക്കട്ടെ, സാധനം വാങ്ങിച്ച് വന്നു കഴിഞ്ഞാലും അവർ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അമ്മയുടെയും കുട്ടീൻ്റെ അടുത്തേക്ക് പോകാൻ പോലും പാടില്ല. കുളിച്ച് ആ വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ടിട്ട്. കാരണം പലതരത്തിലുള്ള രോഗാണുക്കളും ആൾക്കാരായിട്ട് ഇടപഴകുമ്പോഴുള്ള അശുദ്ധമാകുന്ന പല കാര്യങ്ങളും അവരുടെ ചന്തയിലേക്ക് പോകുമ്പോഴുള്ള അണുക്കളൊക്കെ തന്നെ അവരുടെ ശരീരത്തിലൊക്കെ ഇടപെറ്റിയിട്ടുണ്ടോ. അത് ഈ കുട്ടിക്കും അമ്മയ്ക്കും ദോഷം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ വെളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി വെളിയിൽ പോയാലും എന്ത് വേണം, ഈ തരത്തിൽ ശരീരശുദ്ധി വരുത്തിയിട്ട് ഈ പറയുന്ന കുട്ടിയുടെയും അമ്മയുടെ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ വീട്ടിലെ ആൾക്കാരായിട്ട് ഇടപഴകാൻ പാടുള്ളൂ ഈ വ്യക്തി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തിരുവോണ നാളാണ്, തിരുവോണം ആഘോഷിക്കണം. ഇന്നലെയാണ് അമ്മയും മോളും കുട്ടിയും വീട്ടിലേക്ക് വന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. 7 ദിവസം ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വീട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടി സദ്യ ഒരുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. വെളിയിലുള്ള ആൾക്കാരായിട്ട് ബന്ധം സ്ഥാപിക്കാതെ വേണം ചെയ്യാൻ. അത് തെറ്റില്ല. അങ്ങനെ സ്ഥാപിച്ചുകൊണ്ട് എന്തൊക്കെ ദോഷമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും ദോഷമാണ്. അവർക്ക് പ്രതിരോധ ശക്തിക്ക് പകരം രോഗാണുക്കൾ വന്ന് അവർ പലതരത്തിൽ അസുഖങ്ങൾ വരും. പല കുട്ടികൾക്കും ഇന്ന് ജനിച്ച് വീഴുന്ന ആ കുട്ടികൾക്ക് അറിയാലോ, കുട്ടി ജനിച്ചിട്ട് വരെ ഹോസ്പിറ്റലാണ്, മഞ്ഞ നിറാണ്, ചുവന്ന നിറാണ്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടിക്ക് അങ്ങനെ ദോഷമുണ്ട് ഇങ്ങനെ ദോഷമുണ്ട്. എന്തുകൊണ്ടാണ്? പല ആൾക്കാരായിട്ട് ഇടപെടുന്നത്. പണ്ട് വാലായ്മ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് വാലായ്മയില്ല. ഇന്ന് കുട്ടി ജനിച്ച് നടന്നാൽ ആൾക്കാർ ഇടിച്ച് കയറി വരും കാണാൻ വേണ്ടിയിട്ട്. കുട്ടിയെ എടുക്കുന്നത്, മുത്തം കൊടുക്കുന്നത്. എന്താ? പ്രതിരോധ ശേഷി കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 7 ദിവസം കഴിഞ്ഞിട്ട് കുട്ടിയെ വെളിയിൽ കൊണ്ടുപോയിട്ട് ചന്ദ്രനെ കാണിക്കുന്ന ചടങ്ങുണ്ട്. അതിനുശേഷം മാത്രമേ വെളിയിലുള്ള ആൾക്കാരെ പോലും കാണിക്കുമായിരുന്നില്ല പണ്ട്. അപ്പോൾ ഇത് നമ്മൾ അനുഷ്ഠിക്കുന്നത് ഗുണം മാത്രമാണ്. അനുഷ്ഠിക്കുന്നുണ്ട് നമുക്ക് ഗുണം മാത്രമേ ലഭിക്കൂ. അപ്പോൾ ഇവിടെ എന്ത് വേണം? നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രം ഒതുങ്ങിക്കൊണ്ട് അത് ചെയ്യാം. ഇനി പുലയാണെന്നിരിക്കട്ടെ, പുല എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലുള്ളതാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വീടുമായിട്ട് നിത്യേന ഇടപഴകുന്ന ആളാണെങ്കിൽ, മരിച്ച വീടുമായിട്ട് ഇടപെടുന്നതാണെങ്കിൽ നിങ്ങൾ വെളിയിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന അശുദ്ധി അങ്ങോട്ട് പകരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ മാത്രമാണെങ്കിൽ ആഘോഷിക്കാം. അല്ലാതെ പുറമേറ്റ് ഇടപെടുകാൻ പാടില്ല എന്നർത്ഥം. പുല കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷയമല്ല. ആ അണുക്കളൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വിഷയമല്ല എന്നർത്ഥം. ഇനി ഇവിടെ ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ മരിച്ചു പോയാൽ പുല ഈ പറയുന്ന തിരുവോണം ആഘോഷിക്കാൻ പാടുണ്ടോ എന്നാണ്. അച്ഛനോ അമ്മയോ അടുത്ത ബന്ധുക്കളോ വളരെ വേണ്ടപ്പെട്ട ആൾ മരിച്ചാൽ ഈ പറയുന്ന തിരുവോണം ആഘോഷിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ വിഷു ആഘോഷിക്കാൻ പാടുണ്ടോ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയാം. നമ്മൾക്ക് നമ്മളെ വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചത്. ഇവരെ പറയുന്നത് വെച്ചാൽ 1 കൊല്ലത്തേക്ക് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്, ആഘോഷിക്കാതിരിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഒരു അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു, വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരനോ സഹോദരി ആരെങ്കിലും മരിച്ചു, നമ്മൾക്ക് മാനസികമായി ആ ദുഃഖം താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നിങ്ങൾ ആഘോഷിക്കണ്ട. നല്ല ദുഃഖത്തിലാണെങ്കിൽ നിങ്ങൾ ആഘോഷിക്കണ്ട. എന്നാൽ ഈ ദുഃഖം നിശ്ചിത ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. നിശ്ചിത ദിവസം പോയി നമ്മൾ ജോലിക്കടക്കം പോകാൻ തുടങ്ങി, പുല കഴിഞ്ഞു, ആ ദുഃഖം പോയി, ജോലിക്ക് പോകുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പോലും നമ്മൾ പല ക്ലബിൻ്റെ പരിപാടിക്ക് പോകുന്നുണ്ട്, കല്യാണത്തിന് പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. എന്നിട്ടാണ് പറയുക നമ്മൾ ഇത് ആഘോഷിക്കാൻ പാടുണ്ടോ എന്ന്. ബാക്കിയെല്ലാം ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ തിരുവോണം അതുപോലെ വിഷു ഇത്യാദി ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കുട്ടി ആഘോഷിക്കുന്നില്ല, അപ്പുറത്തെ വീട്ടിലെ എല്ലാ കുട്ടികളും ആഘോഷിക്കുന്നിരിക്കട്ടെ. അവർ പുതുവസ്ത്രം ധരിക്കുന്നു, പൂക്കളം ഒരുക്കുന്നു, അതിൻ്റെ പുറകെ കൂടുന്നു, ഇതിൻ്റെ പുറകെ വന്ന് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കുട്ടി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞ് ഭക്ഷണം ഇല്ല, പുതുവസ്ത്രമില്ല, സദ്യയില്ല, കുട്ടിക്ക് വിഷമം. ഇപ്പം നിങ്ങൾക്ക് സന്തോഷമാണോ ഉണ്ടാവുക, വിഷമമാണോ ഉണ്ടാവുക? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമം ഉണ്ടാവുക. എല്ലാ കുട്ടികളും സന്തോഷിക്കുമ്പോൾ എൻ്റെ കുട്ടി സന്തോഷിക്കേണ്ട സമയത്ത് അവൾ ദുഃഖിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ സന്തോഷമാണ് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളും
സഹോദരന്മാരും അതേ ചിന്തയുള്ളവരായിരിക്കും. കാരണം ഇവർ ദുഃഖിക്കട്ടെ എന്നൊരിക്കലും അവർ ചിന്തിക്കില്ല. അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്, ഇവിടെ ആഘോഷമില്ലാതെ നിൽക്കുന്നത്. എന്നാൽ ചിലർ ഈ ദുഃഖമൊന്നുമില്ല കേട്ടോ, അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കൂല, അവരെ പട്ടിണി കിട്ടിയിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അവരെ അടിച്ചിട്ട് പോലും ഉണ്ടാവും. പക്ഷെ ആ മകനായിരിക്കും അല്ലെങ്കിൽ ആ മകളായിരിക്കും പറയുന്നുണ്ടാവും, അയ്യോ ഈ വർഷം നമുക്ക് തിരുവോണമില്ല. എന്തുകൊണ്ടാ വെച്ചാൽ അച്ഛൻ മരിച്ച ദിവസമാണ്, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല എന്ന് പറയും. എന്തിനാ? നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ്. ആദ്യം നമ്മുടെ മനസാക്ഷിയുടെ മുന്നിലാണ് വേണ്ടത്. നമുക്ക് ആ ദുഃഖം പോയി, ആ ദുഃഖമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് തിരുവോണം ആഘോഷിക്കണം. അത് നമ്മുടെ കുടുംബത്തിന് സന്തോഷം ഉണ്ടാക്കേണ്ടതാണ്, മാതാപിതാക്കൾക്ക് പോലും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പുലയുടെ കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണഗതി 1 കൊല്ലം വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരുവോണമായാലും വിഷു ആയാലും എല്ലാ ആഘോഷങ്ങളും നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ച് സന്തോഷം ഉണ്ടാക്കണം. ആ പിതൃക്കളെ ഓർത്തുകൊണ്ട് ചെയ്യണം. ആ പിതൃക്കൾ ഈ തിരുവോണവും ഈ വിഷുവും ആഘോഷിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് ആ മാതാപിതാക്കളാണ്. അവരെനിക്ക് ജന്മം നൽകിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു ആഘോഷത്തെ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, എൻ്റെ മക്കൾക്ക് എനിക്ക് ജന്മം കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ അനുഗ്രഹം തന്നത് എൻ്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു നിര്യാണം, അവരുടെ മരണം നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ അവരെക്കുറിച്ച് ചിന്തിച്ചും കൊണ്ട് ഈ ആഘോഷത്തിൽ അവരെയും കൂടി പങ്കാളിയാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മരണത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും നമ്മളിത് ചെയ്യാതിരിക്കേണ്ടതില്ല, ചെയ്യണം എന്നർത്ഥം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ തിരുവോണവുമായി ആഘോഷിക്കുന്ന ആൾക്കാരും ആഘോഷിക്കാത്ത ആൾക്കാരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തിരുവോണം ആഘോഷിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി അവരുടെ മനസ്സിലുണ്ടാകുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. അതും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അത് പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന മഹാബലിക്ക് ഈ കേരളവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. അത് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അത് ചോദിക്കാനുള്ള പ്രധാന കാര്യം വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരമുണ്ടല്ലോ, അതിലൊന്നാണ് മത്സ്യം, പിന്നെ കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ. 5ാമത്തെ അവതാരമാണ് വാമനാവതാരം. 6ാമത്തെ അവതാരം എന്താ? പരശുരാമൻ. എല്ലാവരും ചോദിക്കുകയും നമ്മളെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ്, 6ാമത്തെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയെടുത്ത കേരളത്തിൽ 5ാമത്തെ അവതാരമായ അതിനു മുമ്പുള്ള മഹാബലി എങ്ങനെയാണ് വരിക? ഹിന്ദുക്കളുടെ ഈ പുരാണത്തിൽ പറയുന്നത് തെറ്റല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഹിന്ദു പുരാണം തെറ്റല്ല. നമ്മൾ ഹിന്ദു പുരാണം വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ആ സംശയം വരുന്നത്. നമ്മളെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഈ ബാലമംഗളം, ബാലരമ, പൂമ്പാറ്റ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ മനോരമ, മംഗളം തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. അല്ലെങ്കിൽ അല്പജ്ഞാനികളായിട്ട് ആൾക്കാർ വാമൊഴിയായി കേട്ടിട്ടുള്ള തിരുവോണത്തിൻ്റെ ഐതിഹ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മഹാബലിയുടെ കാലഘട്ടത്തിൽ കേരളമുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. കേരളം മഹാബലിയുടെ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ മഹാബലിക്ക് കേരളമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. അതും നമ്മൾ ചിന്തിക്കണം. മഹാബലിക്ക് കേരളമായിട്ട് ഒരു പൊലബന്ധം പോലും ഇല്ല. പക്ഷെ ഈ കേരളം അന്ന് ഉണ്ടായിരുന്നു. അപ്പോഴല്ലേ പറഞ്ഞ പരശുരാമനാണ് മഴുവെറിഞ്ഞ് നേടിയെന്ന്? അതും ശരിയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ, മഹാബലിയുടെ കാലഘട്ടത്തിന് മുമ്പുള്ളൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ശ്രീരാമൻ്റെ മുതുമുത്തച്ഛനായിട്ടുള്ള ഭഗീരഥൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത ശ്രേഷ്ഠമായ കർമ്മമാണ് ഈ കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഭഗീരഥൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളായിട്ടുള്ള 1000 പേരുണ്ട്. എന്ന് വെച്ചാൽ സഗരൻ എന്ന് പറയുന്ന രാജാവിൻ്റെ 1000 മക്കൾ. ഈ 1000 മക്കളെയും ഒരു ഋഷി ശപിച്ച് ഭസ്മമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാവിധി ഹൈന്ദവ വിശ്വാസപ്രകാരം മരിച്ചവരുടെ വസ്തുക്കളെല്ലാം സംസ്കരിക്കണമെന്നാണ്. അപ്പോൾ ഇവരുടെ ഭസ്മം അവിടെ ഭൂമിയിൽ വീണു, അത് സംസ്കരിച്ചില്ല, അത് ജലാശയത്തിൽ ഒഴുക്കണമെന്നാണ്. കൃത്യമായിട്ട് അവർക്ക് പുനർജന്മം കിട്ടണമെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് വഴി? അതിന് ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കണം. പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ ഗംഗ എന്ന് പറയുന്ന നദി ഭൂമിയിലില്ല. അപ്പോൾ ആ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഈ സകരപുത്രന്മാർക്ക് പുനർജന്മം കിട്ടാനുള്ള കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗീരഥൻ കഠിനമായ തപസ് ചെയ്തു എന്ന് പറയുന്നത്. ഭഗീരഥൻ്റെ പ്രവർത്തനത്തെ ഭഗീരഥ പ്രയത്നം എന്ന് നമ്മളിന്ന് പറയുന്നുണ്ട്. കാരണം അത്രയേറെ ത്യാഗം സഹിച്ചിട്ട് ആകാശഗംഗയായിട്ടുള്ള ഗംഗാമാതാവിനെ ഭൂമിയിലേക്ക് വരുത്തി ആര്? ഭഗീരഥൻ. പക്ഷേ ആ ആകാശഗംഗയിൽ നിന്ന് ശക്തമായി പതിക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന ജലാശയം കുത്തിയൊഴുകി നേരെ സമുദ്രത്തിൽ ചെന്ന് പതിച്ചു.
അങ്ങനെ സമുദ്രം കരകവിഴിഞ്ഞ് അതിശക്തമായ ആ ഒഴുക്കിൽ ആ ഭാഗം കരകവിഴിഞ്ഞിട്ട് ഈ കേരളമാകുന്ന ഭൂപ്രദേശം മുഴുവൻ മുങ്ങിപ്പോയി. മഹേന്ദ്ര പർവ്വതത്തിന് താഴെയുള്ള എല്ലാ ഭാഗങ്ങളും മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ടു പോയ നിരവധി ഋഷിമാരും മഹർഷിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ കാലഘട്ടത്തിൽ നിരവധി ആൾക്കാർ വസിക്കുന്നുണ്ടായിരുന്നു കേരളമാകുന്ന ഭൂപ്രദേശത്ത്. രാമായണത്തിൽ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മഹാഭാരതത്തിൽ കേരളത്തെക്കുറിച്ച് പറയുന്നൊക്കെ ഉണ്ട്, കേരളം എന്ന പേരിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വെള്ളത്തിനടിയിലായപ്പോൾ അവിടെയുള്ള ആൾക്കാർ പരശുരാമനോട് പറഞ്ഞു, അങ്ങ് മാത്രമേ ഇനി രക്ഷയുള്ളൂ, അപ്പോൾ അങ്ങ് എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഭൂമി തിരിച്ചു പിടിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന പരശുരാമൻ നേരെ വരുണനോട് ആവശ്യപ്പെടുകയും, അപ്പോൾ എത്ര കാതം അകലെയാണ് ഇപ്പോൾ മാറേണ്ടതെന്ന് അപ്പോൾ അടയാളം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മഴു ഉപയോഗിച്ചു. മഴു എറിഞ്ഞിട്ട് അത്രയും ഗോകർണത്തിൽ നിന്നും ആ മഴു എറിഞ്ഞിട്ട് എത്ര ദൂരം ചെന്ന് വീണു അത്രയും സ്ഥലം കടൽ മാറിക്കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ അത് പ്രകാരം ഈ പറയുന്ന ഭൂമി പരശുരാമനാണ് നേടിയെടുക്കുന്നത്, വീണ്ടും തിരിച്ചെടുക്കുന്നത്, ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജനവാസം ഒരുവിധമെല്ലാം തീർന്നു പോയിരുന്നു. ആ ജല ഒഴുക്കിൽ തന്നെ ഒരുവിധമെല്ലാം ചത്തുപോയിരുന്നു. അപ്പോൾ അത് ശ്രേഷ്ഠമായ പുണ്യഭൂമിയാണ്. അവിടെ ശ്രേഷ്ഠന്മാരായ ആൾക്കാരെ കൊണ്ടുവന്ന് ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാക്കണമെന്ന് ചിന്തിച്ച് ഈ ഋഷിമാരുടെ സഹായത്തോടു കൂടി നർമ്മദാ നദിയുടെ തീരത്തിൽ വസിക്കുന്ന ശ്രേഷ്ഠന്മാരായ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ പറയുന്ന കേരളമാകുന്ന ആ ഭൂപ്രദേശം പരശുരാമൻ നേടിയെടുത്ത ഭൂപ്രദേശത്തേക്ക് ആൾക്കാരെ വിന്യസിച്ചു എന്നാണ് പറയുന്നത്. അവരാദ്യം വന്ന് താമസിച്ച ആൾക്കാർ താമസിച്ച സ്ഥലമാണ് തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലം. പിന്നെ മറ്റു പല സ്ഥലത്തേക്കൊക്കെ ആൾക്കാർ വന്ന് താമസിച്ചു. ഇവിടെയുള്ള ആൾക്കാർ എന്തായി പിന്നെ പല ഭാഗത്തേക്ക്, അന്ന് 64 ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ കർണാടക മുതൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പല ഭാഗത്തേക്ക് ഇങ്ങനെ വിന്യസിച്ച് പല ഭാഗത്തും കുടുംബങ്ങളുമായി വിട്ടെറിഞ്ഞ് ജോലി സംബന്ധമായിട്ടും മറ്റ് ഭക്ഷണ സംബന്ധമായിട്ടും ഒക്കെ ഓരോ ഭാഗത്തേക്ക് പോയി. അങ്ങനെ മധുരയിലടക്കമുള്ള ഈ പറയുന്ന ഭൂപ്രദേശത്തിലെ ആൾക്കാർ വന്ന് താമസിച്ചു എന്ന് സംഘകാല കൃതികളിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, അപ്പോൾ ഈ നർമ്മദാ നദിയുടെ തീരത്തുള്ള ആ ശ്രേഷ്ഠന്മാരായ ആൾക്കാർ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഈ പറയുന്ന തിരുവോണം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ കേരളത്തിലെ ആൾക്കാർ അമേരിക്കയിലുണ്ട്, പക്ഷെ അവർ തിരുവോണം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട് നിരവധി. ഗൾഫിലുണ്ടെങ്കിലും അവർ അവിടെയും തിരുവോണം ആഘോഷിക്കും. അങ്ങനെ ഈ പറയുന്ന നർമ്മദാ നദിയുടെ തീരത്തുള്ള ആൾക്കാർ ആ ആഘോഷം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു. കേരളത്തിലും അത് ആഘോഷിച്ചു. കേരളത്തിലെ ദേശീയ ഉത്സവമായി മാറി. അത് പിന്നെ കേരളത്തിന് വെളിയിലും എല്ലാ സ്ഥലത്തും ഇപ്പം ലോകത്ത് മുഴുവൻ ഈ പറയുന്ന തിരുവോണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ തിരുവോണം നമ്മൾ പറഞ്ഞു ഓണമാക്കി മാറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വാമനൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഭൂപ്രദേശമുണ്ട്, പക്ഷേ കേരളവുമായിട്ട് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, തിരുവോണത്തിന് വേണ്ടി എന്തിനാണ് പൂക്കളം ഒരുക്കുന്നത് എന്നാണ്. തിരുവോണത്തിന് അതിനെ വരവേൽക്കാൻ വേണ്ടി 10 ദിവസം നമ്മുടെ വീടുകളിൽ പൂക്കളം ഒരുക്കുന്നുണ്ട്. അതെന്തിനാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് തിരുവോണത്തിൻ്റെ ഐതിഹ്യമാണ്. നമ്മൾ കേട്ട കഥകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ തിരുവോണത്തെക്കുറിച്ച് എന്താ കഥയാണ് കേട്ടിരിക്കുന്നത്? ഈ പറയുന്ന മഹാബലിയെ വാമനൻ ചവിട്ടി പാതാളത്തിലേക്കാക്കി. മഹാബലി നല്ലവനായിരുന്നു, വാമനനാണ് അവിടെ വില്ലൻ. ഈ ദുഷ്ടനായ വാമനൻ വന്നിട്ട് ചവിട്ടി താഴ്ത്തിയത് കൊണ്ടാണ് മഹാബലിക്ക് പാതാളത്തിലേക്ക് പോകേണ്ടി വന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നറിയോ? കൃത്യമായിട്ട് എല്ലാ ഹിന്ദുക്കളും സജ്ജനവാസികളും എല്ലാവരും ചിന്തിക്കേണ്ടത് വെച്ചാൽ ഇത് നമ്മൾക്കിടയിൽ കടത്തുന്ന കയറ്റമാണ്. ഹിന്ദു പുരാണങ്ങളിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹിന്ദു ദേവതാ സങ്കല്പങ്ങളെ മോശമായി ചിത്രീകരിക്കുക, മറ്റതിനെ പുകഴ്ത്തിക്കൊണ്ടുവരിക. രാവണനെ ഇപ്പം ജയ് വിളിക്കുന്ന ആളുണ്ട്, രാമനെ കുറ്റം പറയുന്ന ആൾക്കാർ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ഇതുപോലെ ഒരു കാലത്ത് ഇവിടെ മതപരിവർത്തനവുമായി വന്ന ആൾക്കാർ അവരുടെ ഇഷ്ടദേവനായിട്ടുള്ള ഈ പറയുന്ന മഹാവിഷ്ണുവിനെ മോശമായി ചിത്രീകരിച്ചതാണ് ഈ കഥ. കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലുള്ള ഒരു ഗ്രന്ഥത്തിലും ഈ പറയുന്ന ഇന്ന് നമ്മൾ പ്രചരിപ്പിക്കുന്ന കഥയില്ല. ഏത് മഹാബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്ന കഥയില്ല. മഹാബലിയുടെ രാജ്യം ഭരിക്കുന്നതിൽ അസൂയ പൂണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനൊരു കഥ ഒരു പുരാണ ഗ്രന്ഥത്തിലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമീപകാലത്ത് നമ്മുടെ പുരാണം ഈ മതപരിവർത്തന ലോഭികൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൽ കടന്നു കയറ്റം അതിലുണ്ട്, ഇങ്ങനെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ എല്ലാ ഗ്രന്ഥത്തിലും ഭാഗവതമാകട്ടെ ഇനി വാമന പുരാണമാകട്ടെ ഈ പുരാണങ്ങളിലെല്ലാം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മഹാബലിയെ ചവിട്ടി താഴ്ത്തിയിട്ടില്ല എന്നുള്ളത് തന്നെ. എന്താണ് ഈ പറയുന്ന നമുക്ക് അറിയാം, മഹാബലി എന്ന് പറയുന്നത് അയാളെ ശരിയായി പേര് ഇന്ദ്രസേനൻ എന്നാണ്.
അയാൾക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരു കഴിവ് കൂടിപ്പോയി. എന്താണെന്നറിയാം? ഏറ്റവും വലിയ ദാനശീലനാണെന്നുള്ള അഹങ്കാരം. അത് പല സ്ഥലങ്ങളിൽ പൊങ്ങച്ച രൂപത്തിൽ ഇയാൾ പറയും ചെയ്യുന്നു, എന്നെപ്പോലെ ഒരാൾ ഈ ഭൂമിയിലില്ല എന്നുള്ളത്. പക്ഷേ ശ്രേഷ്ഠനായിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള അഹങ്കാരങ്ങൾ ഇല്ലാണ്ടാവണം. ഞാനെന്ന ഭാവം വന്നു കഴിഞ്ഞാൽ അന്ന് അവൻ നശിച്ചു. അപ്പോൾ മഹാവിഷ്ണുവിന് തോന്നി, എൻ്റെ പ്രിയനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, എല്ലാ കഴിവുകളുണ്ട്, അങ്ങനെയുള്ളവൻ എന്നെ മഹാവിഷ്ണുവിനെ അതുവരെ ഈ ഇന്ദ്രസേനനായിട്ട് മഹാബലി വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അറിയോ പോലുമില്ല യഥാർത്ഥത്തിൽ വാമന പുരാണ പ്രകാരം. അപ്പോൾ മഹാവിഷ്ണു പക്ഷേ എല്ലാ ഭക്തന്മാരെയും അറിയാം. മഹാവിഷ്ണു വെച്ച് ഇയാൾ ഉയർന്ന തലത്തിലെത്തേണ്ടതാണ്, പക്ഷേ ഇയാൾ ഈ ദോഷമില്ലാതെയാക്കണം. അങ്ങനെയാണ് ഈ മഹാവിഷ്ണുവിൻ വാമന അവതാരമെടുത്ത് മഹാബലിയുടെ യാഗശാലയിലേക്ക് പോകുന്നത്. യാഗത്തിൽ നടത്തുന്നത് എല്ലാ കഴിവുമുണ്ട്, പക്ഷേ എനിക്ക് ആ കഴിവുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ പദവി കൂടി എനിക്ക് കിട്ടണം എന്നുള്ള ചിന്തയാണ്. ആ പദവി കൂടി നേടിയെടുക്കണമെന്നില്ല. പദവി നേടിയെടുക്കുന്നത് കഴിവുള്ള ആൾക്കാർ നേടിയെടുത്തോട്ടെ, അതിലൊന്നും മഹാവിഷ്ണുവിന് പരാതി ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ആ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ അസുരന് തുല്യമായി. ജന്മം കൊണ്ട് അസുര യോനിയിലാണ് ജനിച്ചതെങ്കിൽ കർമ്മം കൊണ്ട് ഈ പറയുന്ന മഹാബലി ദേവന് തുല്യമാണ്. പക്ഷേ ഈ ഒരു ദോഷമുണ്ടെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല. അതില്ലാണ്ടാക്കണം. അങ്ങനെയാണ് അവിടെ പോയിട്ട് 3 അടി മണ്ണിന് ചോദിക്കുന്നത്. 3 അടി മണ്ണിന് ചോദിച്ചപ്പോൾ ഈ സാക്ഷാൽ മഹാവിഷ്ണു അമ്പരത്തോളം ഉയർന്നുകൊണ്ട് ഒന്നാമത്തെ കാൽവെപ്പിൽ ഭൂമിയും ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങളും അല്ലെങ്കിൽ 6 ലോകങ്ങളും അളന്നെടുത്തു. രണ്ടാമത്തെ കാൽവെപ്പിൽ ഭൂമിക്ക് മുകളിലുള്ള 7 ലോകങ്ങളും അളന്നെടുത്തു. മൂന്നാമത്തെ കാൽവെപ്പ് വെക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ ആണ് ഈ ഇന്ദ്രസേനനാകുന്ന മഹാബലിക്ക് തോന്നിയത്, ഞാനെന്ത് വിഡ്ഢിത്തമാണ് ചിന്തിച്ചത്. ഇത്രയും കാലം ഞാൻ ചിന്തിച്ച് ഞാനാണ് ഏറ്റവും വലിയ ദാനശീലനെന്നാണ്. പക്ഷേ അതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ ഇല്ലാതെയായി. 3 അടി മണ്ണിൽ വെച്ചിട്ട് അതുപോലും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മഹാവിഷ്ണു ഈ പറയുന്ന വാമന രൂപത്തിൽ മഹാബലിക്ക് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് വാമന പുരാണത്തിൽ പറയുന്നുണ്ട്. കാരണം ഈ അഹങ്കാരം ഉണ്ടായാൽ എത്ര വലിയ ആൾക്കാരെയും ഒന്നുമല്ലാതെ തീരും. മനുഷ്യന്മാർ ഏറ്റവും നല്ലോണം പഠിക്കേണ്ട നമ്മുടെ അഹങ്കാരമാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം, നമ്മളെ നശിപ്പിക്കുന്നത്, നമ്മളെ അധോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ അഹങ്കാരമാണ്. അത് കൃത്യമായി ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഇന്ദ്രസേനൻ്റെ അവസ്ഥ. അപ്പോൾ അവിടെ നിന്നും ഈ പറയുന്ന മഹാബലി വാമനമൂർത്തിയോട് പറയുകയാണ്, എനിക്ക് എൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു, അബദ്ധം പറ്റി, പക്ഷെ എനിക്ക് വാക്ക് പാലിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ചെറിയൊരു കുട്ടിയുടെ രൂപത്തിലല്ലേ അങ്ങ് എൻ്റെ അടുത്ത് വന്നിട്ട് 3 അടി മണ്ണിന് ചോദിച്ചത്. അങ്ങ് ആ രൂപത്തിൽ ചെറുതായിട്ട് അങ്ങയുടെ പിഞ്ച് കാല് എൻ്റെ ശിരസിൽ വെച്ചിട്ട് എന്നെ അളന്നെടുത്തോളൂ. അപ്പോൾ 3 പാദത്തിൽ ഞാൻ തന്നല്ലോ, എൻ്റെ വാക്ക് പാലിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ടാണ് പിഞ്ച് കാൽപാദം ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മഹാബലിക്ക് ഈ ഇന്ദ്രസേനൻ ഇത്രയും വലിയ ത്യാഗമായ കാര്യം ചെയ്ത മഹത്തായ ബലി എന്ന് പറഞ്ഞാൽ ത്യാഗമെന്ന തൻ്റെ ശരീരമടക്കം സമർപ്പിച്ചിട്ടുള്ള ആ ത്യാഗം കണ്ട് ഈ പറയുന്ന മഹാവിഷ്ണുവിനോട് നീ ചെയ്തത് മഹത്തായ ത്യാഗമാണ്, അതുകൊണ്ട് ഇനി മുതൽ നീ മഹാബലി എന്ന പേരിൽ അറിയപ്പെടും എന്ന് പിന്നെ കൊടുക്കുന്നറിയോ. നിനക്ക് ഈ സ്വർഗത്തിനല്ലേ നീ ആഗ്രഹിച്ചത്, സ്വർഗത്തിൽ ഇന്ദ്രനായിട്ട് വാഴണമെന്നല്ലേ, അതിനേക്കാൾ സുന്ദരമായിട്ടുള്ള സുധലം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ശിഷ്ടകാലം വസിക്കുക. അവിടെ നിനക്ക് സ്വർഗത്തെക്കാൾ സുന്ദരമാണ് അവിടെ ഇതായിരിക്കും. മാത്രമല്ല അതിൻ്റെ കാവൽക്കാരനായിട്ട് നിൻ്റെ ദാസനായിട്ട് ഞാൻ അവിടെ കാവൽ നിൽക്കും. ആ സുന്ദരം എന്ന് പറയുന്ന ലോകത്തിന് നോക്കി വാമനമൂർത്തിയുടെ രൂപത്തിൽ അവിടെ കാവൽ നിൽക്കുകയാണ് മഹാവിഷ്ണു. മഹാവിഷ്ണു വീടിന് കാവൽക്കാരനായി നിൽക്കുന്നത് തൻ്റെ ഭക്തൻ, അവൻ ഭക്തിയുടെ പര്യമ്പത്തിൽ ഏത് ദേവനാണ് മുറുക്ക പിടിച്ചിട്ടുള്ളത്, അപ്പോൾ ആ ദേവന് ആ ഭക്തനെ സംരക്ഷിക്കാനുള്ള ചുമതല സ്വയം ഏറ്റെടുക്കുക ചെയ്യുന്നത്. മഹാബലിയുടെ വീടിന് കാവൽക്കാരനായി നിൽക്കാൻ പോലും ഒരു ഈശ്വരൻ അല്ലെങ്കിൽ മഹാവിഷ്ണു തയ്യാറായെങ്കിൽ ആ മഹാവിഷ്ണു അല്ലേ നായകൻ. മഹാബലിയുടെ തെറ്റ് തിരുത്തിയിട്ട് ചേർത്ത് പിടിച്ച് ഉദ്ധരിച്ച ഭൂമിയിൽ ഇങ്ങനെ വസിക്കുന്ന, എവിടെ നർമ്മദാ നദിയുടെ തീരത്ത് ഭൃഗുകച്ചം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന, അല്ലെങ്കിൽ അവിടെ യാഗം നടത്തി ഭാരതത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പുണ്യഭൂമിയായിട്ടുള്ള ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ വ്യക്തിക്ക് ശ്രേഷ്ഠമായ തലത്തിലേക്ക് കൊണ്ടുപോയ മഹാവിഷ്ണുവിൻ്റെ ഈ കഥ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്യുന്നത്. അത് പിന്നീട് നമ്മളിവിടെ ആശയക്കുഴപ്പമുണ്ടാക്കി നമ്മളെ ഈ മതം മാറ്റാൻ വേണ്ടി വരുന്ന ആൾക്കാർ, നിങ്ങളുടെ
നിങ്ങൾ ഭഗവാനെ മുറുക്ക വിളിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിച്ച് ആ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇതേ അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞും കൊണ്ടാണ് ആ കാലഘട്ടങ്ങളിൽ പലരും കുറേ ഒരു 10-25 വർഷം മുന്നേ മതപരിവർത്തന ലോബികളായിട്ട് ആൾക്കാർ വന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ ആചാര്യന്മാരായ പല ആൾക്കാരും നമ്മുടെ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് അത് ചീറ്റിപ്പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ ഇത് പറയുന്നത്. എന്താണ് ഈ പറയുന്ന തിരുവോണം ആഘോഷിക്കുന്നത്? ഈ പറയുന്ന വാമനമൂർത്തി ഇവിടെ ത്യാഗോജലമായ ജന്മദിനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ തിരുവോണ നാളിലാണ് ഈ സംഭവം നടന്നത്, കാവൽക്കാരനായി പോയി നിന്നത്. അപ്പോൾ ഈ പറയുന്ന അന്നത്തെ ദിവസം ഈ തിരുവോണ നാളിൽ സാക്ഷാൽ വാമനമൂർത്തിയുടെ രൂപത്തിൽ മഹാവിഷ്ണു എൻ്റെ ഭവനത്തിലേക്ക് വരും. എന്തിനാ? അത് എപ്പോഴാണ് പറയല്ലേ, ഈ തിരുവോണ നാളിൽ വരുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് ഇതേപോലെ അഹങ്കാരങ്ങൾ. ഭഗവാനെ, ആ അഹങ്കാരം ശമിപ്പിച്ച് എന്നെ ശ്രേഷ്ഠനായ മനുഷ്യനാക്കി തീർക്കണേ, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി തീർക്കണേ. നോക്കൂ, അതുവരെ പലരും അസൂയയോടും കുശുമ്പോടും കൂടി ദേവന്മാർക്ക് പോലും ശത്രുവായിരുന്ന മഹാബലി വാമനമൂർത്തിയുടെ ഈ ഒറ്റ പ്രക്രിയ കാരണം ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും ദേവന്മാർക്കും എല്ലാം പ്രിയപ്പെട്ടവരായി തീർന്ന് മഹാവിഷ്ണു ചേർത്ത് പിടിച്ചപ്പോൾ, അതുപോലെ ഭഗവാനെ എന്നെയും ചേർത്ത് പിടിക്കണേ, എന്നെ ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ തന്നെ രക്ഷിച്ച് എൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി ചേർത്ത് പിടിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ഭഗവാന്റെ ജന്മനാളിൽ ഭഗവാൻ അവതരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഭഗവാനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ പൂക്കളം ഒരുക്കുന്നത്. അത് അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസം ഏത് സമയത്തായാലും ആ ഭഗവാന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുണ്ട്. വീട്ടിലുള്ള ഗൃഹനാഥനും മറ്റുള്ളവരൊക്കെ ഓരോ ദിവസം എത്രയോ ദിവസം മുന്നേ പ്രവർത്തിക്കും. അതുപോലെയുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ അവിടെ പൂക്കളം ഒരുക്കുന്നത്. ഒരു തിരുവോണത്തിൽ നമ്മൾ എങ്ങനെയാണ് സദ്യ ഒരുക്കേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തിരുവോണത്തിൽ സദ്യ ഒരുക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വീട്ടിലേക്ക് വരുന്നത് ആരാ? വാമനമൂർത്തിയാ. അപ്പോൾ ആ സദ്യ ഒരുക്കിയിട്ട് കൊടുക്കേണ്ടത് പ്രധാനമായിട്ട് വാമനമൂർത്തിയും കൂടിയാണ്. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് സദ്യ കൊടുക്കണം, നമ്മുടെ വീട്ടിൽ വരുന്നൊക്കെ ഒരു ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് വാമനമൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് എന്ന വിധത്തിൽ പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ സദ്യ തയ്യാറാക്കാൻ. പറ്റുമെങ്കിൽ ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് സദ്യ തയ്യാറാക്കണം. ഇല്ല നമുക്ക് ചൊല്ലാൻ അറിയില്ലെങ്കിൽ മൊബൈലിലോ അതുപോലെ ടി വിയിലോ റേഡിയോയിലോ എവിടെയെങ്കിലും നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമം വെച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ട് നമ്മൾ ഭക്ഷണം തയ്യാറാക്കണം എന്നുള്ളതാണ് പ്രാർത്ഥനയോടുകൂടി. സദ്യ തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം. എന്നാൽ വീട്ടിൽ ഗർഭിണികളോ കുട്ടികളോ ആർത്തവ സ്ത്രീകളോ ഉണ്ടെങ്കിൽ അവർക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന അവസരത്തിൽ ഈ എല്ലാവരും ഒന്നിച്ചിരിപ്പം 4-5 ആൾക്കാരല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം. 10 പേരാണെങ്കിൽ പോലും ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് ആദ്യം വിളമ്പേണ്ടത് ആർക്കാ? അവിടെ ആർത്തവ സ്ത്രീകളോ ഗർഭിണികളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായം ചെന്ന അമ്മമ്മമാരുണ്ടെങ്കിൽ മുത്തശ്ശിമാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ഏറ്റവും പ്രഥമ പരിഗണന ഗർഭിണിക്കും ആർത്തവ സ്ത്രീകൾക്കും, പിന്നെ കുട്ടികൾക്കും അമിതമായ പ്രായം ആയ ആൾക്കാരും, അതിനുശേഷം ചെറുപ്പക്കാരായ എല്ലാവരും ഇരുന്ന് വട്ടത്തിലിരുന്ന് ഭക്ഷണം വിളമ്പണം. എന്നാൽ ഈ പറഞ്ഞ തരത്തിൽ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പായിട്ട് ഒരാൾക്ക് പ്രത്യേക ഇരയിട്ട് ഭക്ഷണം കൊടുക്കണം. അതാർക്കാ? സാക്ഷാൽ വാമനമൂർത്തിക്ക്. അവിടെ നമ്മളൊരു നിലവിളക്ക് കൊളുത്തി വെച്ച് ആ വിളക്കിൻ്റെ നേരെ മുമ്പിൽ ഒരു പട്ട് വിരിച്ച് ആ വാമനമൂർത്തി ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം തയ്യാറാക്കി അവിടെ ആദ്യത്തെ ഇലയിട്ട് ആ ഇലയ്ക്ക് ഉള്ളിൽ ആദ്യത്തെ വസ്തു വിളമ്പുക. തൊട്ടടുത്ത് ഇപ്പം വാമനമൂർത്തിയുടെ അടുത്ത് ആർത്തവ സ്ത്രീക്ക് ഇരിക്കാൻ പറ്റുമോ? ഒരു വിഷമവും കേട്ടോ. മഹാലക്ഷ്മിയും പാർവതിയും ആദിപരാശക്തി പോലും സ്ത്രീകളാണ്, യുവതികളാണ്. അവർക്കും ഈ ആർത്തവമുണ്ട്, നമ്മളത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ വാമനമൂർത്തിയുടെ അടുത്ത് ആർത്തവ സ്ത്രീ ഉണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ ഗർഭിണിയാണെങ്കിൽ അവരെ ഇരുത്തി, അതിനുശേഷം കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് വേണം രണ്ടാമത് അവർക്ക് ഭക്ഷണം വിളമ്പി, മൂന്നാമത് ഇങ്ങനെ വിളമ്പി വരും. അപ്പോൾ ആദ്യം ഒരാൾക്ക് ഒരു സാധനം വിളമ്പി, രണ്ടാമത്തെ സാധനം വിളമ്പുമ്പോഴും ആദ്യം ഈ വാമനമൂർത്തിക്ക്. അങ്ങനെ ഓരോ വസ്തുക്കളും പായസവും വെള്ളവും എല്ലാം അവിടെ വിളമ്പിക്കൊടുത്ത് വാമനമൂർത്തിയുടെ നാമം ജപിച്ചുകൊണ്ട്, വിഷ്ണു സഹസ്രനാമം മതി, രണ്ടും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അഷ്ടോത്തരം ജപിച്ചുകൊണ്ട്, വിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിച്ചുകൊണ്ട്, ഇനി ഇതൊന്നുമല്ല ഓം നമോ ഭഗവതേ വാസുദേവ എന്നൊരു 3 തവണയെങ്കിലും അല്ലെങ്കിൽ 11 തവണയെങ്കിലും 108 ഉത്തമം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉത്തമം. നിർഭാഗ്യമെന്ന് വരട്ടെ, ഇന്നത്തെ തിരുവോണത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്.
അന്നത്തെ ദിവസമാണ് മത്സ്യവും മാംസവും ഒക്കെ നമ്മൾ വെട്ടി മുറിച്ച് ഒന്നിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ശ്രേഷ്ഠമായ ഒരു ആഘോഷത്തിൻ്റെ അന്ന് കൊന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ ശ്രേഷ്ഠമായ ആചാരങ്ങൾ നടത്തേണ്ടടുത്ത് ഈ മത്സ്യമാംസാദികൾ വെച്ചുകൊണ്ട് മഹാബലിക്ക് വേണ്ടി ഭക്ഷണം വിളമ്പുന്ന തരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. കാരണം അസുരന്മാരാണ് ശവം തിന്നുന്നത്. അന്നത്തെ ദിവസം ശ്രേഷ്ഠമായ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിന് പകരം മഹാബലിക്ക് കൊടുക്കുന്ന വിധത്തിൽ മദ്യവും അതുപോലെ തന്നെ മത്സ്യമാംസാദികളും കൊണ്ട് അതിനെ രക്തപങ്കിലമാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇല്ലാതെയാക്കണം. അന്നത്തെ ഒരു ദിവസം നിങ്ങൾ പിറ്റത്തെ ദിവസമാണെങ്കിൽ മത്സ്യമാംസം കഴിച്ചു, പക്ഷേ ആ ഒരു ദിവസമെങ്കിലും നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ലഹരി ഉപേക്ഷിച്ച് തിരുവോണത്തിൻ്റെ അന്ന് വെക്കുന്ന മദ്യത്തിൻ്റെ കണക്കൊന്നും പറയാൻ പറ്റില്ല, അത്രയേറെയാണ്. പക്ഷെ ആ ഒരു ദിവസമെങ്കിലും നമ്മൾ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് സാക്ഷാൽ ആ നാരായണൻ്റെ അടുത്തിരിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ലാസ്റ്റത്തെ 11ാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ പറയുന്നതാണല്ലോ ഈ 11ാമല്ല 10ാമത്തെ കാര്യം. ഇതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആഘോഷം തിരുവോണ നാളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം ദാനധർമാദികളാണ്. ആര് ചെയ്തതുപോലെ? മഹാബലി ചെയ്തതുപോലെ. മഹാബലിക്ക് പക്ഷേ ആ അഹങ്കാരം ഉണ്ടായിരുന്നു, അത് നശിപ്പിക്കാനാണ് വന്നത്. പക്ഷേ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ദാനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും പുണ്യമാണ് തിരുവോണ നാളിൽ ദാനം നൽകുക എന്നുള്ളത്. അത് ഭക്ഷണമായിട്ട് ആർക്കെങ്കിലും അർഹതപ്പെട്ട ഭക്ഷണമായി കൊടുക്കുക. അതായത് ആരെങ്കിലും വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം അർഹതപ്പെട്ട ആർക്കെങ്കിലും 2 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല, ഉത്തമം. വസ്ത്രം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം. അങ്ങനെ ഇനിയുള്ള രക്തം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പം അത്തരത്തിൽ ദാനം നൽകാം. എന്നാൽ ഉത്തമമായിട്ടുള്ളൊരു ദാനധർമ്മങ്ങളുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ നാട്ടിൽ ഒരു കാലത്ത് ഞാൻ നടത്തിയതാണ്, പണ്ട് കാലത്ത്. നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അത് നടത്താം. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഒരു വാമനമൂർത്തിയുടെ വേഷം ഒരു കുട്ടിയെ കൊണ്ട് കെട്ടിക്കാം. പറ്റുമെങ്കിൽ ഒരു കുചേല വേഷവും കെട്ടിക്കാം. അതിനോടൊപ്പം മഹാബലിയുടെ വേഷവും കെട്ടാം. ഇങ്ങനെ വേഷം കെട്ട് വാദ്യമേളത്തോടു കൂടി നമ്മൾക്ക് വീട് വീടാന്തരം കയറാം. വീട് വീടാന്തരം കയറിയിട്ട് വാമനമൂർത്തിയാണ് വരുന്നത്. പുറകിലുള്ള മഹാബലിയുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയാണ് വന്നത്. തിരുവോണം നാളാണ്, എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ വരികയാണ് എന്ന ചിന്തയോടുകൂടി ഓരോ വീടുകളിൽ നമ്മൾ പോകുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് പൈസ വാങ്ങരുത്, മറിച്ച് അങ്ങോട്ടേക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുക. നിങ്ങൾ കുറേ ആൾക്കാർ കൂടി ക്ലബിൻ്റെയോ മറ്റോ നേതൃത്വത്തിലൊക്കെ ചെയ്യാം. ഒന്നും വേണ്ട, നിങ്ങൾ ഒരു മുട്ടായി കഷ്ണം കൊടുത്താൽ അത് സന്തോഷമാണ്. സമ്മാനം ദാനമായി മധുരം കൊടുക്കുക, ആ വാമനമൂർത്തിയെ കൊണ്ട് അത് കൊടുപ്പിക്കുക. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ചില വീട്ടിലാണെങ്കിൽ നമ്മൾ ശംഖനാഥം ഉണ്ടെങ്കിൽ ശംഖനാഥം മുഴുകിക്കൊണ്ട് അവരെ വിളിക്കുക. അപ്പോൾ അതൊക്കെ നല്ലൊരു അന്തരീക്ഷമായിരിക്കും, നല്ലൊരു സംസ്കാരം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അത് നമ്മൾ എത്രയോ ആൾക്കാർക്ക് ദാനം കൊടുത്ത് അന്നത്തെ ദിവസം നമ്മളത് ചെയ്യുന്നതോടുകൂടി ആ വർഷം മുഴുവൻ ദാനം നൽകാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ് നമുക്ക് ഉണ്ടാക്കണേ ഭഗവാനെ എന്നാണ് അവിടെ പറയുന്നത്. ദാനം നൽകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പത്ത് വേണം. അപ്പോൾ ഇതുപോലെ മധുരമായിട്ട് മറ്റുള്ള മധുരമായ വാക്കുകൾ പറയാനും മധുരമായി പെരുമാറാനും മധുരമായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കാനുമുള്ള ഒരു പ്രാപ്തി എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം നൽകുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്ത 11ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തിരുവോണം അന്യമതസ്ഥർക്ക് ആഘോഷിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരുവോണം ജാതി മതങ്ങൾക്ക് അതീതമാണ്. തിരുവോണം ജാതി മതങ്ങൾക്ക് അതീതമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ? നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി വരികയാണെന്നിരിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടി നമ്മുടെ വീട്ടിൽ ജനിച്ച ആളല്ല, നമ്മുടെ അച്ഛൻ്റെ മക്കളല്ല, അമ്മയുടെ മക്കളല്ല, ഒന്നുമല്ല. കല്യാണം കഴിഞ്ഞ് വേറൊരു കുടുംബത്തിൽ നിന്ന് വരിക. പക്ഷെ നമ്മുടെ കുടുംബത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും അവരും അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഉത്തമമാണ്, അവർക്കത് ചെയ്യാം. നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതുപോലെ ആയിത്തീരണം. നമ്മുടെ വീടിനോട് ചേർന്ന് മറ്റൊരു വീടുണ്ട്, അവർ വാടകയ്ക്ക് താമസിക്കുകയാണ്, അവർ നമ്മളായിട്ട് നല്ല ബന്ധമാണ്, അവർക്ക് നമ്മുടെ എല്ലാ നമ്മൾ കല്യാണം ഉണ്ടെങ്കിൽ അവരെ വിളിക്കും. അതുപോലെ നമ്മുടെ ആഘോഷങ്ങളിലും നമ്മൾ അവരെ ക്ഷണിക്കും. അപ്പോൾ അവരും നമ്മുടേതായിട്ട് അതിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ സംസ്കാരത്തിലൂടെ ലയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് വിദേശത്തു നിന്ന് വന്നിട്ടുള്ള നിരവധി തരത്തിലുള്ള മതസ്ഥരായ ആൾക്കാർ, അത് ക്രിസ്തു മതമാവട്ടെ മുസ്ലിം മതമാവട്ടെ ഏത് മതമായാലും ഇവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിലേക്ക് ലയിച്ചു കഴിഞ്ഞു അവർ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൃഷ്ണനെയും ഇവിടുത്തെ ശിവനെയും ഇവിടുത്തെ വാമനനെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുകയോ പൂജിക്കുകയോ അവരുടെ പേരിലുള്ള ആഘോഷങ്ങൾ അവർ ആഘോഷിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല.
നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് നമ്മൾ പോയി ഇരിക്കട്ടെ, നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആചാരം എന്താണോ അല്ലെങ്കിൽ അവിടുത്തെ നിബന്ധനകൾ എന്താണോ അത് നമ്മൾ പാലിക്കാൻ തയ്യാറാവും. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെരുപ്പിട്ട് നടക്കുന്നവരാണ്, പക്ഷേ ആ വീട്ടിൽ അവർ ചെരുപ്പിടുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ചെരുപ്പിടില്ല, കാരണം അവരോട് നമ്മൾ ബഹുമാനമുണ്ട്. അതുപോലെ വന്ന് ഇവിടുത്തെ ജീവിത രീതി സ്വീകരിച്ച് ഇവിടുത്തെ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഏതൊരായാലും അവർക്ക് ജാതി മത ഭേദമന്യേ തിരുവോണം എന്നല്ല ഏത് ആഘോഷവും ആഘോഷിക്കാം, ഒരു തെറ്റുമില്ല. നമ്മൾ അതിൻ്റെ പേരിൽ ഒരിക്കലും അവരെ മാറ്റി നിർത്തരുത്. അവരുടെയും കൂടി ആഘോഷമാണ്. നമ്മുടെ ദൈവമാണെന്ന് നമുക്കൊരിക്കലും വാശി പിടിക്കാൻ കഴിയില്ല. വാമനമൂർത്തി എൻ്റെതാ, അവരുതുമാണ്. അവർ ഈ നാട്ടിൽ വന്നാൽ അവർക്കും അത് അവകാശമുണ്ട് ആ ആഘോഷത്തിൽ പങ്കെടുക്കാനും അത് നടത്താനും അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഈ തരത്തിൽ അവർക്ക് പൂക്കളം ഒരുക്കാം. ഏറ്റവും അവസാനത്തെ ദിവസം എന്ന് വെച്ചാൽ തിരുവോണ നാളിൽ അത് ഗംഭീരമായ പൂക്കളം ഒരുക്കി സാക്ഷാൽ മഹാവിഷ്ണു ആയിട്ടുള്ള വാമനമൂർത്തി അതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുകയാണ്. അവിടെ വന്നിരിക്കുന്ന നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടായിരിക്കുക, പൂക്കളം കൊണ്ടാണ് നമ്മൾ ഇരിപ്പിടം ഇരിക്കുന്നത്. അപ്പോൾ പിന്നീട് ഉണ്ടാവും നമ്മൾ വിമർശിക്കുന്ന ആൾക്കാർക്കുണ്ട്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞില്ല ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലുള്ള സംഘകാല കൃതികളിൽ പോലും എഴുതിയിട്ടുള്ള മധുരൈ കാഞ്ചി എന്ന് പറയുന്നതും അതുപോലെ കുറിഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ തിരുവോണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതേ ചരിത്രമാണ് പറയുന്നത്. ഇപ്പോഴൊന്നുമല്ല, സംഘകാല കൃതികളിൽ പോലും ഇത് വിവരിക്കുന്നുണ്ട് എന്നർത്ഥം. പിന്നെ ഭാഗവതത്തിലും വാമനപുരാണത്തിലും ഒക്കെ തന്നെ രാമായണത്തിലടക്കം ഈ വാമനമൂർത്തിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന തിരുവോണം നമ്മൾ ശ്രദ്ധാപൂർവം ഭക്തിയോടുകൂടി ഈ വർഷം നമ്മൾ ആഘോഷിക്കണം. അത് പുലയുടെ പേരിലോ വാലായ്മയുടെ പേരിലോ അതുപോലെ തന്നെ അച്ഛൻ മരിച്ചു എന്ന പേരിലോ അമ്മ മരിച്ചു എന്ന പേരിലോ നമ്മൾ മാറ്റി നിർത്തേണ്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾക്കെതിരെ പ്രചരിപ്പിക്കുന്ന ഇതുണ്ടല്ലോ, വാമനമൂർത്തിയുടെ കഥ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയുന്നത്, ഇത് ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഒരു പുസ്തകത്തിലുമില്ല. ഹിന്ദു വിരുദ്ധരായ ആൾക്കാരും അല്ല ചില ചരിത്ര അന്വേഷികളായ ആൾക്കാർ വാമൊഴിയായി കേട്ട കഥകളാണ് നമ്മൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്. അതല്ലാതെ അതിന് അടിസ്ഥാനപരമായി ഒരു തെളിവുമില്ലാതെ ഈ പറയുന്ന മഹാബലി കേരളം ഭരിച്ചു എന്നും ഇവിടുന്ന് ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയുന്നതൊക്കെ വെറും ശുദ്ധ മണ്ടത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വർഷം സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതം വളരെയേറെ ധന്യമാകണം. അങ്ങനെ ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഈ സന്ദേശം എല്ലാവരും തിരുവോണം ആഘോഷിക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കണം എന്നുകൂടി നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി ആൾക്കാരിലേക്ക് ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇത്തവണത്തെ തിരുവോണത്തിൽ നമ്മൾ പരമാവധി ദാനം നൽകാൻ വേണ്ടി തയ്യാറാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഒരു ആചാരം നമ്മൾ പരമാവധി സ്ഥലങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ട്, ഏത് വാമനമൂർത്തിയെ കൊണ്ട് വീട് വീടാന്തരം കയറി ദാനം നൽകുന്ന സമ്പ്രദായം ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിലും ഒന്ന് കമൻ്റ് ഇടണേ, അത് നമുക്കറിയാലോ. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു കാര്യം, എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങൾ അലക്ട്രിക് കൊടുക്കുന്ന മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന എൻ്റെ ഈ വീഡിയോ സംസാരിക്കുന്നതിൻ്റെ ഇതുണ്ടല്ലോ മൊബൈലിൻ്റെ, അതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, വാട്സപ്പിൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ തൊട്ട് കൊടുത്താൽ നേരെ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും സംസാരിക്കാം, എൻ്റെ അടുത്തുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.